മക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ സ്വാഗതം. എന്താ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെ, പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലെ. ആ വീഡിയോയിൽ മിസ് പറഞ്ഞിരുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇതിനു മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ ടോപ്പിക്കിൻ്റെ പേര് എൻ്റെ കുട്ടികൾ നോക്കിയേ, സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ നമ്മൾ വേർതിരിക്കാൻ പോവാ. ഒരു മിക്സ്ചർ എടുത്താൽ അതിനുള്ളിൽ പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട് അല്ലേ. നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിന്റെ കാര്യമല്ല മിസ് പറയുന്നത്, കെമിസ്ട്രിയിലെ മിശ്രിതങ്ങളെ മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ ആവശ്യമുള്ളതുണ്ടാവും, ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ആവശ്യമുള്ളവയെ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കണം. അതിനു വേണ്ടി കുറേ മെത്തേഡ് ഉണ്ട്. അതിലെ കുറച്ച് മെത്തേഡുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ കുട്ടികളെല്ലാവരും റെഡി അല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്. എന്താണ് ഡിസ്റ്റിലേഷൻ, എന്താണ് സ്വേദനം? അപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. മിസ്സിന്റെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട് കേട്ടോ. ഈ മിക്സ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടറിനെയും അസറ്റോണിനെയും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ആരൊക്കെ തമ്മിലാണ്? ജലമുണ്ട്, അതേപോലെ തന്നെ അസറ്റോൺ ഉണ്ട്. ഈ രണ്ടാൾക്കാരെയും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മിക്സ്ചർ അഥവാ മിശ്രിതം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം, വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യണം. വാട്ടറും ഒരു കമ്പോണൻ്റ് ആണ്, അസറ്റോണും ഒരു കമ്പോണൻ്റ് ആണ്. ഈ കമ്പോണൻസിനെ എനിക്ക് വേർതിരിക്കണം. അപ്പം എങ്ങനെ വേർതിരിക്കും? ഞാൻ ഇവരുടെ കുറേ പ്രോപ്പർട്ടീസ്, കുറേ ഗുണങ്ങളൊക്കെ നോക്കിയിട്ടോ, പ്രത്യേകതകൾ നോക്കി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ കാര്യം എന്ന് എൻ്റെ കുട്ടികൾക്കറിയോ? മക്കളെ, നമ്മുടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? അറിയാവുന്നവരെല്ലാവരും മിസ്സിനൊരു ഹൈഫൈ തന്നെ. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് അറിയാവുന്നവരെല്ലാവരും മിസ്സിനൊരു ഹൈഫൈ തന്നെ. വെരി ഗുഡ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഇനി നമ്മുടെ അസറ്റോൺ എടുത്താലോ? അസറ്റോൺ എടുത്തു കഴിഞ്ഞാൽ മക്കളെ, അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവരുടെ രണ്ട് പേരുടെയും ബോയിലിംഗ് പോയിന്റ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ. ഒരാൾ 56 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അത്ര എത്തുമ്പോൾ ബോയിൽ ചെയ്ത് വേപ്പറാകും. മറ്റേയാളോ 100 ഡിഗ്രി എത്തിയാലേ ബോയിൽ ചെയ്ത് വേപ്പറായിട്ട് മാറുകയുള്ളൂ അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യാം, ഇവരെ ഞാൻ ഡിസ്റ്റിൽ ചെയ്യും. ഇവരെ ഞാൻ എന്ത് ചെയ്യും? സ്വേദനം. മക്കളെ, അതായത് രണ്ട് വൊളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിന്റെ, വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാഷ്പീകരണ സ്വഭാവമുള്ളവർ. ഓക്കെ, വേപ്പേഴ്സ് ആയിട്ട് മാറുന്നവരെയാണ് നമ്മൾ വൊളറ്റൈൽ ലിക്വിഡ്സ്, ബാഷ്പീകരണ സ്വഭാവമുള്ളവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വൊളറ്റൈൽ ലിക്വിഡ്സിന്റെ മിക്സ്ചർ ആണെങ്കിൽ, ബാഷ്പീകരണ സ്വഭാവമുള്ള മിശ്രിതമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസം വേണം അല്ലെ, തിളനിലയിൽ വലിയ വ്യത്യാസം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വേദനം വഴി അവരെ വേർതിരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പടത്തിൽ എൻ്റെ കുട്ടികൾക്ക് കാണാം. ഈ ഒരു ബീക്കറിൽ മിക്സ്ചർ എടുത്തിട്ടുണ്ട്. നമ്മളതിനെ ചൂടാക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി 56 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മുടെ അസറ്റോൺ ഇങ്ങനെ നീരാവിയാകാൻ തുടങ്ങും അല്ലേ. അസറ്റോൺ ഇങ്ങനെ വേപ്പറായിട്ട് മാറും, വൊളറ്റൈലാണല്ലോ അല്ലേ. അപ്പം ഈ പറഞ്ഞ ആളെ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്യൂബിലൂടെ കടത്തിവിടും. ഈ ട്യൂബിലൂടെ കടത്തിവിടുമ്പോൾ അതിന് കണ്ടൻസേഷൻ, സാന്ദ്രീകരണം സംഭവിക്കും. അങ്ങനെ നമുക്ക് ആദ്യത്തെ ആളെ അസറ്റോണിനെ സ്വീകരിക്കാം. ഇനി ടെമ്പറേച്ചർ മാറി, ടെമ്പറേച്ചർ കൂടി അല്ലെ 56 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ മുഴുവൻ അസറ്റോണും അവിടെ നിന്ന് പോയി കഴിയും വേപ്പറായിട്ട്. ഇനി ചൂട് കൂടി 100 ഡിഗ്രി സെൽഷ്യസ് എത്തൂ അല്ലേ. അപ്പോൾ മാത്രമേ നമ്മുടെ വാട്ടർ കുട്ടൻ ബോയിൽ ചെയ്യുള്ളൂ. അസറ്റോൺ ഉണ്ടോ അപ്പോൾ അവിടെ? ഇല്ല. അസറ്റോൺ 56 ഡിഗ്രിയിൽ തന്നെ മുഴുവനും വീട്ടിൽ പോയി. ഓക്കെ, അപ്പോൾ തിളനിലയിൽ വലിയ വ്യത്യാസമുള്ളവരെ, ഈ 2 liquids have
സഫിഷ്യൻ ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്, നമുക്ക് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴി അവരെ വേർതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് വായിച്ചു നോക്കിക്കേ. when one component of the mixture is volatile and others do not vaporize at the same condition. രണ്ട് കേസസ് ആണ്. ഒന്ന്, ഒരു മിക്സർ ഉണ്ട്, ഈ മിക്സറിൽ ഒരാൾ വൊളറ്റൈലാണ്, മറ്റേ ആൾ വൊളറ്റൈൽ അല്ല. ഒരാൾക്ക് ബാഷ്പീകരണ സ്വഭാവമുണ്ട്, മറ്റേ ആൾക്ക് ബാഷ്പീകരണ സ്വഭാവമില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴി വേർതിരിക്കാം. അതല്ല എങ്കിൽ നോക്കിക്കേ, ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്സ്, അവരുടെ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാൻ സാധിക്കും. എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആണോ മക്കളെ? ഈ പറഞ്ഞ ഓരോ പ്രോസസ്സ് പഠിക്കുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ മിസ് ഇവിടെ എഴുതി തരാം. ആരൊക്കെയാണ്? ജലവും 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. രണ്ടാമത്തെ ആള് അസറ്റോൺ ആണ് അല്ലേ? ബോയിലിംഗ് പോയിന്റ് എത്രയാ? 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെഡി? ഇവിടെ കൂടെ ഇംഗ്ലീഷ് കൂടെ മിസ് ചെയ്തട്ടെ. വാട്ടർ പ്ലസ് അസറ്റോൺ ആണ് നമ്മുടെ മിക്സർ. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോൺ എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെറ്റാണ് എൻ്റെ കുട്ടികൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. എൻ്റെ കയ്യിൽ എനിക്കൊരു വേറൊരു സംശയമുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു വെള്ളം യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇഞ്ചക്ട് ചെയ്യാൻ, ഡ്രിപ്പ് ഇടാനൊക്കെ. അതിന് ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ കുടിക്കാറുമുണ്ട്. എന്താ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നറിയോ മക്കളെ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോക്കിക്കേ, ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് മെനി മിനറൽസ് ഡിസോൾവ് ഇൻ ഇറ്റ്. സാധാരണയായിട്ട് ജലം എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ലവണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ലവണങ്ങളൊന്നും നമുക്ക് വേണ്ട. ഈ ലവണങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവരൊന്നും വൊളറ്റൈലല്ല, ഇവരൊന്നും ബാഷ്പീകരിക്കപ്പെടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവരെയൊക്കെ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴി നമ്മൾ വേർതിരിക്കും. അങ്ങനെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഈ ഡിസ്റ്റിൽഡ് വാട്ടറിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആ പേരിൽ തന്നെയുണ്ട്. ഏത് പ്രോസസ്സ് വഴിയാ? ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം വഴിയാണ് നമ്മളിതിനെ നിർമ്മിക്കുന്നത്. ഇനി എൻ്റെ സംശയങ്ങൾ തീരുന്നില്ല. ഞാൻ ഒരു സംശയം പറയാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരു മിക്സ്ചർ ഉണ്ട് കേട്ടോ. ആ മിക്സ്ചറിലെ ആൾക്കാർ, ഒരാൾ എഥനോളാണ്, ബോയിലിംഗ് പോയിന്റ് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മെഥനോൾ ആണ്. അവൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു മിക്സ്ചർ നമ്മൾ വാട്ടർ അസറ്റോണും കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ മിക്സറാണ് കേട്ടോ. ഈ ബീക്കറിൽ ഇരിക്കാം. ഈ മിക്സറിൻ്റെ പ്രത്യേകത എന്താ? ഇതിലെ കമ്പോണൻസ് എഥനോളും മെഥനോളുമാണ്. ഇനി ഇവരുടെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസം ഉണ്ടോ? ഒരാളുടെ 78 ആണെങ്കിൽ ഒരാളുടെ 65 ആ. സോ ഈ ഒരു കോമ്പൗണ്ട് എടുത്താൽ ഇവിടെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം, വളരെ നേരിയ വ്യത്യാസം മാത്രമാണുള്ളത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ഇവരെ ഇങ്ങനെ ചൂടാക്കിട്ടോ. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് ഈ ഒരു ടെമ്പറേച്ചർ ആകുമ്പോൾ ഇവർ രണ്ടുപേരും ബോയിൽ ചെയ്യാൻ തുടങ്ങും. രണ്ടു പേരുടെയും വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യും. അപ്പം എനിക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കുമോ? വേർതിരിക്കാനായിട്ട് സാധിക്കില്ല മക്കളെ. ഇത്തരത്തിൽ രണ്ടാൾക്കാർ തമ്മിൽ ബോയിലിംഗ് പോയിന്റിലെ വ്യത്യാസം വളരെ കുറവാണെങ്കിൽ, തിളനിലയിലെ വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ സ്വേദനം, ഡിസ്റ്റിലേഷൻ. ചെറിയ വ്യത്യാസമാണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ഉപയോഗിക്കാം. വായിച്ചു നോക്കിക്കേ. ഇഫ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് കമ്പോണൻസ് ഓഫ് വെരി സ്മോൾ ഡിഫറൻസ്, വളരെ നേരിയ വ്യത്യാസം മാത്രമാണുള്ളതെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ഉപയോഗിക്കാം. ഇനി നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ വണ്ടിയിലൊക്കെ പെട്രോൾ അടിക്കാൻ പെട്രോള്, ഡീസലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതിനൊക്കെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നെൻ്റെ കുട്ടികൾക്കറിയോ? നമ്മുടെ എർത്തിൽ നിന്നും, നമ്മുടെ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും, ഫ്രം ദ ഡീപ്പ് ഡെപ്തിൽ നിന്ന് നമ്മൾ ഒരു ഒരാളെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഖനനം ചെയ്ത് മൈൻ ചെയ്തെടുക്കാറുണ്ട്. അയാളുടെ പേരാണ് ക്രൂഡ് ഓയിൽ. എന്താണ് പേര്? ക്രൂഡ് ഓയിൽ എന്നാണ് പേര്. അപ്പം ഈ ക്രൂഡ് ഓയിലിനുള്ളിലാണ് മക്കളെ നമുക്ക് വേണ്ട പെട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഡീസൽ ഉണ്ട്, നമുക്ക് വേണ്ട കെറോസിൻ ഉണ്ട്. ഇതൊക്കെയുള്ളത് എവിടെയാ? ഈ ക്രൂഡ് ഓയിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മൾ വേർതിരിക്കണം.
ഇവരുടെയൊക്കെ ബോയിലിംഗ് പോയിന്റിൽ വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ തിളനിലയിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ തിളനിലയിൽ ചെറിയ വ്യത്യാസം ഉള്ളെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ഉപയോഗിക്കാം. സോ ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിനെ, ഡീസലിനെ, കെറോസിനെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുന്നത്? ആംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. സെറ്റാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോയാലോ? മക്കളെ, മൂന്നാമത്തെ മെത്തേഡാണ് സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞ ഒരു അപ്പാരറ്റസ്. മക്കളെ, ഈ ഒരു ഡയഗ്രാം ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഒരു വർഷം കാണാൻ സാധിക്കില്ല. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണിത്. എൻ്റെ കുട്ടികളെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം ഇത് കണ്ടാൽ ഇത് ഏതാണ് ഉപകരണം? ഇത് സെപ്പറേറ്റിംഗ് ഫണലാണെന്ന് വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കണം. ഇപ്പം നമ്മൾ മിസ് എന്ത് ചെയ്തു? ഒരു ഗ്ലാസ്സിൽ മണ്ണെണ്ണയും വെള്ളം എടുത്ത് മിക്സ് ചെയ്തു. എന്താ സംഭവിക്കുക? മണ്ണെണ്ണയും വെള്ളവും പരസ്പരം കലരുമോ? പരസ്പരം കലരില്ല. അപ്പം എനിക്ക് പറയാം, പരസ്പരം കലരില്ലാത്തവരെ, പരസ്പരം കലരാത്ത രണ്ട് ദ്രാവകങ്ങളെ ഞാൻ വിളിക്കുക ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന. എന്താ വിളിക്കുക? ഇമ്മിസിബിൾ ലിക്വിഡ്സ് അഥവാ പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ. ഓക്കെ, പരസ്പരം കലരാത്ത ദ്രാവകം എന്ന് പറയാം. സോ എന്താണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്? ആരാണ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ? നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം മിക്സ് ചെയ്യാത്തവരാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മണ്ണെണ്ണയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡയഗ്രത്തിൽ എൻ്റെ കുട്ടികൾ കാണുന്നുണ്ടോ? ഇവർ പരസ്പരം മിക്സ് ആകുന്നുണ്ടോ? മിക്സ് ആകുന്നില്ല അല്ലേ? വെള്ളം താഴെയും മണ്ണെണ്ണ മുകളിലുമായിട്ടും കാണാൻ സാധിക്കും. ഇവരിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ മേലെ ഇങ്ങനെ പൊന്തി കിടക്കും അല്ലേ? എണ്ണയും വെള്ളവും പരസ്പരം കലരില്ല. അപ്പം നമുക്ക് പറയാം അവരും ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ് എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മണ്ണെണ്ണ വെള്ളത്തിന് മേലെ പൊങ്ങിക്കിടക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ ഡെൻസിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, സാന്ദ്രതയെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? ഡെൻസിറ്റി കുറഞ്ഞ ആള് മുകളിലും ഡെൻസിറ്റി കൂടിയ ആള് താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മണ്ണെണ്ണ മുകളിലുണ്ട് അല്ലേ? അപ്പം മണ്ണെണ്ണ മുകളിലാണെങ്കിൽ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എങ്ങനെയാ? മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് കുറവും. ഇനി വെള്ളം താഴെയല്ലേ വരിക? താഴെ വരുന്ന ആൾക്ക് ഡെൻസിറ്റി കൂടുതലുമാണ്. ശരിയല്ലേ? സാന്ദ്രത കൂടുതലുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി മണ്ണെണ്ണ മുകളിലുണ്ട്. സോ മണ്ണെണ്ണയുടെ സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ്. വെള്ളം താഴേക്ക് വന്നു. സോ വെള്ളത്തിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് കൂടുതലാണ് എന്ന് പറയാം. മക്കളെ, ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് കാര്യം മിസ് പറഞ്ഞു. ഒന്ന്, ഇമ്മിസിബിൾ ലിക്വിഡ്സാ രണ്ടുപേരും, പരസ്പരം കലരാത്ത ദ്രാവകങ്ങളാ. പിന്നെ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താ? ഇവിടെ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഒരാളുടെ ഡെൻസിറ്റി കൂടുതൽ, മറ്റേയാളുടെ ഡെൻസിറ്റി കുറവ്. സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് സാന്ദ്രത കൂടുതലാണെങ്കിൽ മറ്റേയാൾക്ക് സാന്ദ്രത കുറവാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് മക്കളെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലിനെ യൂസ് ചെയ്യുക. ഇപ്പൊ ഈ ഡയഗ്രം നോക്കിയാൽ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവും. ഈ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുമ്പോൾ ഡെൻസിറ്റി കൂടിയ ആൾ എന്ത് ചെയ്യും? താഴെ വരും. ഇപ്പോൾ മണ്ണെണ്ണയുടെയും വെള്ളത്തിൻ്റെയും മിക്സർ, കെറോസിനും വാട്ടർ മിക്സ്ചർ ആണെങ്കിൽ ഡെൻസിറ്റി കൂടിയ വാട്ടർ താഴെ വരും അല്ലേ? ജലമാണ് താഴെ വരിക. അപ്പോൾ ഇവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട്. ആ പൈപ്പ് തുറന്നാൽ നമുക്ക് വെള്ളത്തെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഡെൻസിറ്റി കുറഞ്ഞ കെറോസിൻ മുകളിൽ വരും അല്ലേ? മണ്ണെണ്ണ മുകളിൽ ഉണ്ടാകും. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഈ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ താഴെ മുകളിലും ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓർക്കുക, ഡെൻസിറ്റി കൂടിയ വെള്ളം താഴെ വരും, ഡെൻസിറ്റി കുറഞ്ഞ മണ്ണെണ്ണ മുകളിലായിരിക്കും. അങ്ങനെ പരസ്പരം കലരാത്ത രണ്ട് ദ്രാവകങ്ങളെ, ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് രണ്ട് ദ്രാവകങ്ങളെ വേർതിരിക്കാൻ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞ ഉപകരണം യൂസ് ചെയ്യാം. സെറ്റാണോ എൻ്റെ കുട്ടികൾക്ക്? ഒന്ന് വായിക്കട്ടെ, നോക്കിക്കേ. സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് അല്ലേ? പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ, അതേപോലെ തന്നെ ലിക്വിഡ്സ് ഹാവിങ് ഡിഫറൻസ് ഇൻ ദെയർ ഡെൻസിറ്റി. അതും കൂടെ മിസ് എഴുതി വെക്കാട്ടോ അവിടെ. ലിക്വിഡ്സ് ഹാവിങ് ഡിഫറൻസ് ഇൻ ദെയർ ഡെൻസിറ്റി. ഓക്കെ, സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ദ്രാവകങ്ങളെ വേർതിരിക്കാനും
നമുക്ക് ഈ പറഞ്ഞ ആരെ ഉപയോഗിക്കാം മക്കളെ? നമുക്ക് സെപ്പറേറ്റിംഗ് ഫണലിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓയിൽ ആണെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ വരിക? ഇവർ ഇമ്മിസിബിൾ ആണ് അല്ലേ? ഓയിലും വാട്ടറും ഇമ്മിസിബിൾ ആണ്, പരസ്പരം കലരില്ല. ഇനി ഓയിൽ മേലെ കിടക്കും, വിച്ച് മീൻസ് ഓയിലിന്റെ ഡെൻസിറ്റി കുറവാ, സാന്ദ്രത കുറവാ. വെള്ളം താഴേക്ക് വരും, വെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലാ. സോ ഓയിലിനെയും വാട്ടറിനെയും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് വേർതിരിക്കാനായിട്ട് സാധിക്കും. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ 3 മെത്തേഡാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലേ? ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സെപ്പറേറ്റിംഗ് ഫണൽ. ഇനി 4ാമത്തെ മെത്തേഡിലേക്ക് പോകാം. 4ാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം. നിങ്ങളെല്ലാവരും പാറ്റ ഗുളിക കണ്ടിട്ടുണ്ട്, ഈ പടത്തിൽ കാണും. നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വെള്ള കളറിലൊരു ടാബ്ലറ്റ്, ഒരു സ്മെല്ലുള്ള ഒരു ടാബ്ലറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാറുണ്ടല്ലേ? അതാരാണെന്നറിയോ? അതാണ് പാറ്റ ഗുളിക, നാഫ്തലിൻ. ഇവൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ നാഫ്തലിൻ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി, അവൻ നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഗ്യാസിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ കർപ്പൂരം. കർപ്പൂരം സോളിഡ് ആണ് അല്ലേ? ഒരു ഖരപദാർത്ഥമാണ്. ഈ കർപ്പൂരത്തെ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? കർപ്പൂരം നേരെ ഉരുകി വെള്ളമാകുമോ? ഇല്ല, കർപ്പൂരം നേരെ ഗ്യാസ് ആയിട്ട് മാറും, വാതകമായിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് അവൻ്റെ സ്മെല്ല് കിട്ടുക. സോ മക്കളെ, ഇത്തരത്തിൽ ചൂടാക്കുമ്പോൾ ഓൺ ഹീറ്റിംഗ് ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു. എന്താ മിസ് പറഞ്ഞത്? ഒരു ഖരപദാർത്ഥം നേരിട്ട് വാതകമായിട്ട് മാറുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം. കിട്ടിയോടാ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അമോണിയം ക്ലോറൈഡിൻ്റെയും സാൻഡിൻ്റെയും മിക്സർ. മക്കളെ, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു സബ്ലൈമബിൾ കോമ്പൗണ്ട് ആണ്. ഉത്പതനം എന്ന സ്വഭാവമുള്ള ഒരാളാണ് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു മിക്സ്ചർ ഉണ്ട്, അമോണിയം ക്ലോറൈഡും മണ്ണുമാണ്, സാൻഡുമാണുള്ളത്. ഞാൻ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? മണ്ണിനെ ചൂടാക്കുമ്പോൾ മണ്ണ് നേരെ ഗ്യാസ് ആകുമോ? ഇല്ല. പക്ഷെ അമോണിയം ക്ലോറൈഡ് ഗ്യാസ് ആവും. അമോണിയം ക്ലോറൈഡ് ഒരു സോളിഡ് ആണ്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണല്ലേ? അവനെ ചൂടാക്കിയപ്പോൾ അവൻ നേരെ ഗ്യാസ് ആയിട്ട് മാറും, നേരെ വാതകമായിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അമോണിയം ക്ലോറൈഡിനെ മണ്ണിൽ നിന്നും വേർതിരിക്കാനായിട്ട് സാധിക്കും. സോ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ള ഒരാളെ ആ പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരാളിൽ നിന്ന് വേർതിരിക്കാൻ നമുക്ക് സബ്ലിമേഷൻ എന്ന് അഥവാ ഉത്പതനം എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. സെറ്റാണോ? അപ്പം മക്കളെ, ഇതേപോലെ അടിപൊളി 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 ആയിട്ടാണ് നിങ്ങളെ നമ്മുടെ യോധ ബാച്ചിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഡൗട്ട് ക്ലാരിഫിക്കേഷനും യൂണിറ്റ് ടെസ്റ്റും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ എണ്ണിയാൽ തീരില്ല നമ്മുടെ യോധ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മിസ് പറഞ്ഞു, ഒരു വർഷത്തേക്ക് വെറും 2500 രൂപ മാത്രം. ഇപ്പം നിങ്ങൾ പുറത്തൊരു ട്യൂഷന് പോയാൽ എത്ര രൂപയാണ് എൻ്റെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ടി വരിക അല്ലേ? അപ്പം അതിന് പകരം ഒരു വർഷത്തേക്ക് 2500 രൂപ മാത്രമാണ് നമ്മുടെ യോധ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെപ്പറേഷൻ ഇപ്പോൾ ഏതൊക്കെ മെത്തേഡ് നമ്മൾ പഠിച്ചു? ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, പിന്നെ ഏതാ നമ്മൾ കണ്ടത്? സബ്ലിമേഷൻ, സെപ്പറേറ്റിംഗ് ഫണൽ. അടുത്ത മെത്തേഡിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്, അതാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണെന്നറിയോ മക്കളെ? ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കണികകളെ വേർതിരിക്കുന്നു. ഡിഫറൻസ് ഇൻ ദെയർ മാസ്. ഓക്കെ, ഭാരത്തിന്റെ വ്യത്യാസമുള്ളവരെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ഭാരം കൂടിയ ഒരാളെ ഭാരം കുറഞ്ഞ ഒരാളിൽ നിന്ന്, വെയിറ്റ് കൂടിയ ആളെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരിൽ നിന്ന് വേർതിരിക്കാൻ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിക്കേ. കമ്പോണൻസ് ഫ്രം എ മിക്സർ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് പാർട്ടിക്കിൾ അല്ലേ? അതായത് നോക്കലേ, ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കണികകളെ വേർതിരിക്കുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ ലാബുകളിൽ സാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ
അതായത് നോക്കിക്കേ, ക്ലിനിക് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ്. ഇപ്പം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കൊണ്ട് കൊടുക്കും. എങ്ങനെയാണ് അവർ വേർതിരിക്കുക? സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ചിട്ടാണ്. കാരണം ബ്ലഡിലുള്ള ഓരോ കോശങ്ങൾക്കും ഓരോ ബ്ലഡ് സെൽസിനും ഓരോ ഭാരമാണുള്ളത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെ വേർതിരിക്കാം. പിന്നെ അതേപോലെ തന്നെ നോക്കിക്കേ മക്കളെ, കെമിക്കൽ എക്സ്പെരിമെൻറ്റുകളിലൊക്കെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ, നിങ്ങൾ വലിയ കുട്ടികളായി PG ഡിഗ്രി ഒക്കെ ചെയ്യുമ്പോൾ ഈ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഉപകരണം ഈ പടത്തിൽ മിസ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഉപകരണത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. യെസ്, അപ്പം മക്കളെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ യോധ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് മിസ് പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് എൻ്റെ കുട്ടികളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് മിസ്സിനുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ മക്കളെ, ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. ബൈ.